ഹലോ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അതുപോലെ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവെക്കാറുള്ളത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി ഇവിടെ കൊല്ലത്ത് വന്നിട്ട്. ഞാനിവിടെ വരുമ്പോൾ ഇത് 9 സെൻറ്റ് സ്ഥലവും വീടും നമുക്കുള്ളൂ. ഇത് അപ്പുറത്തെ പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാസ്റ്റർ നേരത്തെ കൃഷി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കൃഷിയൊക്കെ വിട്ടതിന് ശേഷം പറമ്പ് ഭയങ്കരമായിട്ട് കാട് കയറി കിടന്നപ്പോൾ ഞാൻ നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് കാടൊക്കെ വെട്ടി തെളിച്ച് ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങിയത്. മുൻപ് കൃഷി ചെയ്ത പരിചയമൊന്നും ഇല്ലെങ്കിലും ഒരു രസത്തിനാണ് ഇതെല്ലാം തുടങ്ങിയെങ്കിലും ഈ കൃഷിപ്പരിപാടികൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പഴയകാല ജീവിതത്തിലെ സങ്കടങ്ങൾ മറക്കുവാനും ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമായി ഇവിടെ വന്ന് ഞാൻ സെറ്റിലാവുമ്പോൾ ഞാൻ പഠിച്ച തൊഴിലുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വരുമാനം ഇല്ലാതെയായപ്പോൾ കുറച്ചെങ്കിലും ക്യാഷൊക്കെ സേവ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഇതുപോലുള്ള കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൃഷിയൊക്കെ തുടങ്ങി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരിമാരോട് ഞാനത് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ ഇതിനൊന്നും മടി പിടിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷികളൊക്കെ ചെയ്ത് എപ്പോഴും എന്താ പറയുക ഭൂയിഷ്ടമായിട്ട് നമ്മുടെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിറഞ്ഞിരിക്കുക, അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ തരുന്ന ഒരു പോസിറ്റീവ് വൈബ് ഇത് നമ്മളെ കുറച്ചുകൂടെ ചെറുപ്പമായിട്ടിരിക്കാനും നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കുവാനൊക്കെ ആയിട്ട് സഹായിക്കും. മുറം നിറയെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ പറിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റും, നമ്മുടെ ഒറ്റപ്പെടലിനൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ. അമ്മാമ്മയ്ക്കും കൃഷിയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അമ്മാമ്മ വരുമ്പോൾ ഞാനും അമ്മാമ്മയും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കിട്ടുന്നൊന്നും എനിക്കറിയില്ല. ഈ കുഞ്ഞ് രണ്ടും കൂടെ ഓരോന്നീ നട്ടാ പോകും. ഇത് നീളം കോവയ്ക്കല്ലേ? ഉരുണ്ടതാ. കൊഴുപ്പുണ്ടോ ഇതിന്? ഇച്ചിരി അങ്ങനെ മൂത്തു പോയാ വിളഞ്ഞു പോയാ അല്ലെങ്കിൽ നല്ല രസമാണ്. ഇങ്ങനെ പോയിട്ട് വല്ല പിടിച്ചോ. ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ടി വരുന്ന ചില സ്ത്രീകൾക്ക് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ സങ്കടവും ഒറ്റപ്പെടലുകളും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അതിനെ ചിന്തിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കാതെ ഇതുപോലുള്ള ചെറുതല്ല, ഇതൊക്കെ നല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കുവാനായിട്ട് സാധിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.